വൈപ്പിൻ മണ്ഡലത്തിലെ ഏക സംസ്ഥാന പാതയായ വൈപ്പിൻ പള്ളിപ്പുറം റോഡിലെ ഗതാഗതക്കുരുക്കും ജീവഹാനിയും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. വീതി കുറഞ്ഞ ഈ പാതയിലൂടെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. 2021-25 വരെയുള്ള 5 വർഷ കാലയളവിൽ ഈ റോഡിൽ നടന്ന 1432 അപകടങ്ങളിലായി 100 പേർ മരണപ്പെടുകയും 95 പേർക്ക് അതീവ ഗുരുതരമായും 1337 പേർക്ക് മാരകമല്ലാത്ത രീതിയിലും 1517 പേർക്ക് സാധാരണ രീതിയിലും പരിക്കുകൾ പറ്റിയിട്ടുള്ളതായിട്ടുള്ള കണക്കുകൾ ഈ റോഡിലൂടെയുള്ള യാത്രയുടെ ഭീകരാവസ്ഥ വെളിപ്പെടുത്തുന്നു. മുനമ്പം അഴീക്കോട് പാലം കൂടി ഗതാഗതത്തിന് തുറന്നു കൊടുക്കപ്പെടുന്നതോടെ ഈ പാതയിലൂടെയുള്ള യാത്ര കൂടുതൽ അപകടകരവും ദുരിതപൂർണവും ആവുന്നതാണ് സർ. വൈപ്പിൻ മണ്ഡലത്തിലൂടെയുള്ള യാത്രയ്ക്ക് പുതിയ റോഡുകളും ഗോശ്രീ പാലങ്ങൾക്ക് സമാന്തരമായി പുതിയ പാലങ്ങളും നിർമ്മിക്കപ്പെട്ടില്ലെങ്കിൽ വൈപ്പിൻ നിവാസികളുടെയും വൈപ്പിനിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെയും ജീവന് ഭീഷണി നേരിടുന്നതും വ്യവസായ വാണിജ്യ വിനോദസഞ്ചാര മേഖലകൾ സ്തംഭനാവസ്ഥ നേരിടുന്നതുമാണ്. പ്രസ്തുത കായലോര റോഡിന്റെ നിർമ്മാണത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രപ്പോസലിലും ഗോശ്രീ പാലത്തിന് സമാന്തരമായുള്ള 2 പാലങ്ങളുടെയും നിർദ്ദിഷ്ട കായലോര റോഡിനെ കണ്ടെയ്നർ റോഡുമായി ബന്ധിപ്പിക്കുന്ന പുക്കാട് പാലത്തിന്റെയും ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾക്ക് തുക അനുവദിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വൈപ്പിൻകരയും സമീപ നഗരമായ കൊച്ചിയും ഭാവിയിൽ നേരിടാൻ പോകുന്ന ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്ന കായലോര റോഡിന്റെയും ഗോശ്രീ പാലത്തിന് സമാന്തരമായുള്ള പാലങ്ങളുടെയും കായലോര റോഡിനെ കണ്ടെയ്നർ റോഡുമായി ബന്ധിപ്പിക്കുന്ന പുക്കാട് പാലത്തിന്റെയും നിർമ്മാണം 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് മറുപടി പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തുവാനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഈ പാലത്തിൻ്റെ ആവശ്യകത വളരെ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു, ഗൗരവമുള്ളതാണ്. അതിന് പ്രപ്പോസൽ വന്നിട്ട് അതിൻ്റെ ഭരണവകുപ്പിൽ നിന്നും ലഭ്യമാകുന്ന മുറയ്ക്കാണ് സാധാരണഗതിയിൽ അത് എടുക്കേണ്ടത്. ഇത് സംബന്ധിച്ച് അനുഭാവപൂർവ്വമായി പരിഗണിക്കാം. പക്ഷേ ബഡ്ജറ്റ് മറുപടിയിൽ എന്ത് വേണമെന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നില്ല സാർ. അപ്പോൾ അത് അനുഭാവപൂർണ്ണമായിട്ട് പരിഗണിക്കാം.